വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്ന് ദിവസം സായാഹ്നത്തിൽ വിശ്രമിക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയുടെ തിരുവചനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെയും ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്താലായിരിക്കണം, കണ്ടിട്ടായിരിക്കില്ല. കാണപ്പെടാത്തവയുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൽ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് ഉള്ളിലുള്ള വിശ്വാസമാണ്. എൻ്റെ കൂടെ ഈശോ ഉണ്ട് എന്നുള്ള വിശ്വാസം, കാഴ്ചയാലല്ല, ഉള്ളിലുള്ള ബോധ്യം, ഉള്ളിലുള്ള ആ സാന്നിധ്യത്തിൻ്റെ അവബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം എപ്പോഴും. കർത്താവ് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നേ ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യം അത് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിന് ഇരടിയോട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവെ, അത് ബോധ്യമായി എനിക്ക് നൽകണമേ. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എപ്പോഴും എല്ലാ മിനിറ്റിലും എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഒരു ഗാനത്തിന് ഇരടിയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ സ്നേഹിക്കേണ്ട തിരുവചനം ഇതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ 7-ാം വാക്യം: എന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കണ്ണുകളോ ബുദ്ധി കൊണ്ടോ അല്ല, നമുക്ക് കണ്ടത് കൊണ്ടല്ല നമ്മുടെ വിശ്വാസം വേണ്ടത്. എന്താണ് വിശ്വാസം? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മനുഷ്യനായിട്ട് വന്നു. ആ ഈശോ ഇപ്പോൾ എൻ്റെ കൂടെ വിശുദ്ധ കുർബാനയിൽ ഉണ്ട്. വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ ഉണ്ട് എന്നുള്ള ബോധ്യം.
നമ്മുടെ ഈ ഭൂമിയിൽ സക്രാരികളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഒക്കെ ഈശോ ഇറങ്ങി വരുന്നു, അപ്പത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു എന്ന പൂർണ്ണമായ ബോധ്യം. അപ്പോൾ എന്താണ് നമ്മൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തി? ഇതാണ്, കണ്ണു തുറക്കുമ്പോഴേ എൻ്റെ കൂടെ കർത്താവ് അപ്പത്തിൻ്റെ രൂപത്തിൽ ഉണ്ട് എന്ന ബോധ്യം. ആ ബോധ്യത്തിൽ ജീവിക്കാൻ സാധിക്കണം. ഈശോ എൻ്റെ കൂടെയുണ്ട്, സജീവ സാന്നിധ്യമായി എൻ്റെ കൂടെയുണ്ട്, വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയുണ്ട് എന്ന ആ ബോധ്യത്തിൽ ഓരോ ചുവടുകളും ഓരോ പ്രവൃത്തികളും നാളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നിറഞ്ഞവരെ, ഈ വചനം രാത്രി ഉറങ്ങുമ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ വചനം മൗനത്തിൽ ധ്യാനിച്ച് ഒന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കിടന്നുറങ്ങാൻ സാധിക്കണം. വചനം ഇതാണ്: എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. കർത്താവായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കണ്ണുകളടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാ